നല്ല കിഡിലോസ്കി ജയിൽ ടാസ്ക് നടക്കുകയാണ്. ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ കൂവലും ബഹളവും അതിന്റെ ഇടയിലുള്ള ഇറങ്ങിപ്പോക്കും അതുപോലെ തന്നെ വഴക്കും. എന്നാൽ രണ്ട് ഉറ്റ ശത്രുക്കൾ തമ്മിൽ ഉറ്റ മിത്രങ്ങളാകുമോ എന്നുള്ളൊരു സംശയവും ഇന്നത്തെ ആ ഒരു ജയിൽ നോമിനേഷന്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. സംഭവം പറയാം, ലൈവിൽ ഇപ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വലിയൊരു വഴക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് ജയിലിലേക്ക് ഇനി ആരെ നോമിനേറ്റ് ചെയ്യണം. റെന ഓൾറെഡി ജയിലിലേക്കുണ്ട്, അത് ആ ഒരു ടാസ്ക് ബേസിലായിരുന്നു. പക്ഷെ അടുത്തത് ഇനി എന്തായാലും ഒരു ഷാനവാസ് പേര് എന്തായാലും ഉണ്ട്. പക്ഷെ ഷാനവാസിനെ മാറ്റി നിർത്തി താൻ ജയിലിൽ പൊക്കോളാം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന അനീഷിനെയാണ് അവിടെ കാണുന്നത്. ലിറ്ററലി ഇതല്ല സംസാരിച്ചത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഷാനവാസിനെയാണ് എല്ലാവരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അനീഷിന് അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അനീഷ് സത്യത്തിൽ ഓരോന്ന് പറയുമ്പോഴും അവിടെ, അതായത് ആദ്യം വന്ന് സംസാരിച്ചത് അനീഷാണ്. അനീഷ് കുറച്ച് വലിച്ചു വാരി സംസാരിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത്. അതിനുശേഷം ആര് വന്ന് സംസാരിക്കുമ്പോഴും അനീഷിനെ പറയുന്നുണ്ട്. അനീഷ് അത് തിരിച്ച് ട്രിഗർ ചെയ്ത് തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് നോമിനേഷൻ സ്പേസ് ആണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ അവിടെ അനീഷിനെന്നല്ല ആർക്കും അവിടെ ആ ഒരു വോയിസ് ഇല്ല. പക്ഷെ അനീഷ് ആ സംസാരിച്ചത് തെറ്റായി പോയി. അപ്പൊ അനീഷ് അങ്ങനെ സംസാരിക്കുന്ന അനുസരിച്ച് ബിന്നി, അനുമോള്, ലക്ഷ്മി, ആദില, നൂറ, അങ്ങനെ എല്ലാവരും, റെന, ഫാത്തിമയൊക്കെ ഭയങ്കരമായിട്ട് കൂവി അവിടെ വിളിച്ചു കൂവാണ്. അതായത് അനീഷ് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂവി കൂവി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൈയടിക്കുന്നു, ബഹളം വെക്കുന്നു, കൂവുന്നു. അങ്ങനെ അവസാനം അനുമോള് ധൃതിയിൽ ഇങ്ങോട്ട് വന്ന് ദേഷ്യപ്പെട്ടിട്ട് അനീഷിന്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളും കണ്ടസ്റ്റൻസാ, ഞങ്ങൾ ഇവിടെ കാണാതിരിക്കാം, നിങ്ങളുടെ ബഹളം കാണാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് സംസാരിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര ഗംഭീര ഒരു സീനാണ്. കാരണം എന്ന് വെച്ചാൽ അനീഷിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അനീഷിനെ അല്പമെങ്കിലും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനുമോള്. ആ അനുമോളെ പോലും ഇത്രയും ട്രിഗർ ചെയ്യാൻ അനീഷിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അനീഷ് ചെയ്തത് നല്ല പ്രവൃത്തി അല്ല. അവര് സംസാരിച്ചിട്ട് പോകട്ടെ, അതിന് അനീഷ് എന്തിനാണ് ഇടയ്ക്ക് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ മറ്റൊരാളെ അനീഷ് അനുവദിക്കത്തില്ല. പിന്നെ എന്തിനാണ് അനീഷ് അവിടെ കിടന്ന് ഈ തകർക്കുന്നത്? ഇനി രണ്ടാമത്തെ കാര്യം, ബാത്റൂമിലെങ്ങാണ്ട് ഇരുന്നപ്പോഴാണ് ഈ പറയുന്ന ജയിൽ നോമിനേഷനിലേക്കുള്ള ആ ഒരു ടാസ്കിലേക്ക് വന്നത്. അപ്പോഴത്തേക്കും അനുമോള് പിടച്ചോടിക്കൊണ്ടാണ് വന്നത്. അപ്പൊ തിരിച്ചിനി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, ഞാൻ ബാത്റൂമിൽ പോകുക എന്നുള്ള രീതിയിൽ അനുമോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ വീണ്ടും തിരിച്ച് തമാശയൊക്കെ കാണിച്ചതാണ്, തിരിച്ചിനി വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജിസേല് ആ ഒരു ശോഭ കൊടുത്തൊരു ടാസ്ക് ഓർമ്മയുണ്ടോ? അതായത് അനുമോളുടെ മുഖത്ത് യക്ഷിയെ പോലെ മേക്കപ്പ് ചെയ്യാനായിട്ട് ജിസേലിനെ ഏൽപ്പിച്ചു. ജിസേൽ അത് നന്നായിട്ട് ചെയ്തു. അനുമോൾ അത് നന്നായിട്ട് തന്നെ ആസ്വദിച്ചു. അല്ലെങ്കിൽ അതിനെ ടാസ്ക് ആയിട്ട് തന്നെ അനുമോൾ അതിനെ കണ്ടു. കുറെ കാര്യങ്ങളൊക്കെ അനുമോൾ തിരുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് ഒരു ഗെയിമായിട്ട് കാണേണ്ടടുത്ത് ഗെയിമായിട്ട് കാണുക, കോണ്ടന്റ് കൊടുക്കേണ്ടടുത്ത് കോണ്ടന്റ് കൊടുക്കുക. ഇനി ഈ ഒരു സ്ട്രാറ്റജി ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ടാസ്ക് ആയിട്ട് കാണേണ്ടടുത്ത് ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ ആ ഫോട്ടോ കത്തിച്ചത്, കരഞ്ഞത്, ഇതൊക്കെ ഒരു തെറ്റായി പോയി എന്ന് അനുമോള് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം മുഖത്ത് അത്തരത്തിൽ മേക്കപ്പ് ചെയ്തപ്പോൾ, യക്ഷിയെ പോലെ മേക്കപ്പ് ചെയ്തപ്പോൾ അനുമോൾ അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് കണ്ടത്. അത് ജിസയിൽ അത് അപ്രിഷിയേറ്റ് ചെയ്ത് അവിടെ സംസാരിച്ചു. എന്നാൽ അതേ സമയം തന്നെ അനീഷിനെ നന്നായിട്ട് മേക്കപ്പ് ചെയ്തു, ഒരു പെണ്ണിനെ പോലെ മേക്കപ്പ് ചെയ്തു. പക്ഷെ അനീഷ് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗസ്റ്റിനോട് സംസാരിച്ചില്ല, പകരം ലക്ഷ്മിയോട് പോയി പരാതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ജിസയിൽ അവിടെ പറയുന്നുണ്ട്. അപ്പൊ നോമിനേഷൻ വന്നപ്പോഴത്തേക്കും അനീഷിനെയാണ് അവിടെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അനുമോളെ ഒരു പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ജിസേലിനെ മാറ്റിയെടുക്കാൻ അനുമോൾക്ക് സാധിച്ചു. സോ ഒരു സ്റ്റാർ തന്നെയാണ് അനുമോള് എന്നെനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. കാരണം അനുമോള് ഈ ഗെയിമിലുടനീളം കുറെ കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്, തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് തിരുത്തുന്നുണ്ട്. ഇനി താൻ എന്ത് നിലപാടിലാണോ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈവൻ ഷാനവാസ് ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, ഇനി അതല്ല അക്ബർ ആയിക്കോട്ടെ, ആര്യൻ ആയിക്കോട്ടെ, ജിസേൽ ആയിക്കോട്ടെ, ആരോട് വേണമെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് തർക്കിക്കാനും എതിർക്കാനും ഒക്കെ അനുമോൾക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ അനീഷിന്റെ അടുത്ത് വന്നിട്ട് അനുമോൾ സംസാരിച്ചിട്ട് പോയത്. അതൊരു വല്ലാത്ത ഒരു സംസാരമായിരുന്നു. അത്രയ്ക്ക് ദേഷ്യത്തോടെയാണ് അനുമോൾ എഴുന്നേറ്റ് വന്ന് അനീഷിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് പോയത്. സോ ഏറ്റവും നല്ലൊരു ഗെയിമർ, ഏറ്റവും നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് കരഞ്ഞാലും എന്താണെങ്കിലും അത് അനുമോൾ തന്നെയാണ്. അപ്പോൾ അത് പറയാനാണ് ഞാൻ വന്നത്. ഇനി അടുത്ത ജയിൽ നോമിനേഷൻ്റെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഓക്കെ, അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.